ക്രിസ്ത്യൻ വിവാഹ നിയമം എന്താണെന്ന് നോക്കാം. ക്രിസ്ത്യൻ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഒരു ആയുഷ്കാല ബന്ധമായാണ് വിഭാവനം ചെയ്യപ്പെടുന്നത്. പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിവാഹം സ്ത്രീപുരുഷന്മാരെ അവരുടെ ജീവിത പങ്കാളികളായി അന്യോന്യം കൂട്ടിച്ചേർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദൈവാനുഗ്രഹത്തോടെയുള്ള ഒരു ചടങ്ങായിട്ടാണ് ഇതിനെ സങ്കല്പിച്ചിട്ടുള്ളത്. ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾക്ക് പൊതുവെ ബാധകമായ നിയമമാണ് 1972 ഇന്ത്യൻ ക്രിസ്തീയ വിവാഹ നിയമം. എന്നാൽ ഇത് തിരുവിതാംകൂർ ഭാഗത്ത് ബാധകമല്ല. കൊച്ചിയിൽ പ്രത്യേക നിയമം ഇപ്പോഴും നിലവിലിരിക്കുന്നു. അതായത് കൊച്ചിൻ ക്രിസ്ത്യൻ സിവിൽ മാരേജ് ആക്ട് 1920. തിരുവിതാംകൂർ കൊച്ചിൻ ഭാഗങ്ങളിൽ പ്രത്യേക നിയമപ്രകാരമല്ല, മറിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചാണ് പ്രധാനമായും വിവാഹ ചടങ്ങുകൾ നടക്കുന്നത്. ഇന്ത്യൻ ക്രിസ്ത്യൻ വിവാഹം അനുസരിച്ചാണ് ക്രിസ്ത്യാനികളുടെ വിവാഹം നടത്തുന്നത്. പ്രത്യേക വിവാഹ നിയമപ്രകാരമോ അതായത് സ്പെഷ്യൽ മാരേജ് ആക്ട് മറ്റോ വിവാഹ രജിസ്റ്റർ ചെയ്യുന്നതിന് ഈ നിയമം കൊണ്ട് തടസ്സമില്ല. വിവാഹബന്ധം നിയമപരമായി സാധൂകരിക്കുക, ആ വിവാഹബന്ധത്തിലുണ്ടാകുന്ന കുട്ടികൾക്ക് നിയമപരമായ അംഗീകാരങ്ങൾ നൽകുക എന്നിവയാണ് ഇതിൻ്റെ ഉദ്ദേശങ്ങൾ. ഈ നിയമത്തിൽ വിവാഹം നടത്തി കൊടുക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പാതിരി, അതായത് ക്ലർജിമാൻ, മതശുശ്രൂഷകൻ, മിനിസ്റ്റർ ഓഫ് റിലിജൻ അല്ലെങ്കിൽ വിവാഹ രജിസ്ട്രാർ എന്നിവരാണ്. മതശുശ്രൂഷകർ വിവാഹ ശുശ്രൂഷ നടത്തണമെന്ന് എപ്പോഴെങ്കിലും ഉദ്ദേശിച്ചാൽ അത്തരം മതശുശ്രൂഷകന് രേഖാമൂലം വിവരത്തിന് നോട്ടീസ് നൽകേണ്ടതാണ്. നോട്ടീസിൽ വിവാഹത്തിന് ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ പേര്, പൂർണ്ണമായ വിലാസം, രണ്ടുപേരുടെയും താമസ സ്ഥലം, വിവാഹം നടത്തേണ്ട സമയവും സ്ഥലവും മറ്റു വിവരങ്ങളും എഴുതേണ്ടതാണ്. വിവാഹം പള്ളിയിൽ വെച്ചാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പള്ളിയുടെ ശ്രദ്ധേയമായ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ സ്വകാര്യ താമസ സ്ഥലത്താണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വിവാഹ രജിസ്ട്രാറുടെ ഓഫീസിലോ നോട്ടീസ് പരസ്യപ്പെടുത്തേണ്ടതാണ്. പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ നോട്ടീസും പ്രതിജ്ഞാപത്രവും കിട്ടിയതിന് സ്വന്തം കൈപ്പടയിൽ ഒരു സാക്ഷ്യപത്രം നൽകേണ്ടതുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് നൽകി 2 മാസത്തിനകം വിവാഹം നടത്തിയിരിക്കണം. ക്രിസ്ത്യാനികൾ തമ്മിലോ ഏതെങ്കിലും ഒരാൾ ക്രിസ്ത്യാനിയായി കൊണ്ടോ നടക്കുന്ന എല്ലാ വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്യണം. വിവാഹം നടത്തി കൊടുക്കുന്ന മതശുശ്രൂഷകൻ ഇംഗ്ലീഷ് പള്ളിയിലെയോ റോമൻ പള്ളിയിലെയോ സ്കോട്ടിഷ് പള്ളിയിലെയോ പാതിരിമാരിൽ ആരായിരുന്നാലും അവർ വിവാഹ രജിസ്റ്റർ സൂക്ഷിക്കുകയും അവയിൽ നിയമത്തിലെ പട്ടിക അനുശാസിക്കും പ്രകാരം വിവാഹം നടന്നത് രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. ഒരു വിവാഹ രജിസ്ട്രാറുടെ സാന്നിധ്യത്തിലോ വിവാഹ രജിസ്ട്രാറുടെ ശുശ്രൂഷയിലോ വിവാഹം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നവരിലൊരാൾ, വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർ താമസിച്ചിട്ടുള്ള ജില്ലയിലെ ഏതെങ്കിലും ഒരു വിവാഹ രജിസ്ട്രാർക്ക് രേഖാമൂലം നോട്ടീസ് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. വിവാഹിതരാകേണ്ട 2 പേരും താമസിക്കുന്നത് വ്യത്യസ്ത ജില്ലകളിലാണെങ്കിൽ അത്തരം നോട്ടീസ് ഓരോ ജില്ലയിലെയും വിവാഹ രജിസ്ട്രാർക്ക് നൽകണം. നോട്ടീസിൽ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 പേരുടെയും കുടുംബ പേരും പ്രവൃത്തിയും താമസ സ്ഥലങ്ങളും വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും മറ്റും വ്യക്തമാക്കിയിരിക്കേണ്ടതാണ്. ഇങ്ങനെയൊരു നോട്ടീസ് ലഭിച്ചാലുടനെ വിവാഹ രജിസ്ട്രാർ അത് പ്രസിദ്ധീകരിക്കേണ്ടതാണ്. നോട്ടീസിലെ വിവരങ്ങൾ വിവാഹ നോട്ടീസ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തുകയും വിവാഹിതരാകാൻ ഉദ്ദേശിക്കുന്നവർ പ്രായപൂർത്തി ആകാത്തവരാണെങ്കിൽ ജില്ലയിലെ മറ്റ് വിവാഹ രജിസ്ട്രാർമാർക്ക് നോട്ടീസിന്റെ പകർപ്പുകൾ പ്രസിദ്ധീകരണത്തിനായി എത്തിച്ചു കൊടുക്കേണ്ടതാണ്. നിയമപരമായ മറ്റു തടസ്സങ്ങളില്ല എങ്കിൽ രജിസ്ട്രാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ലഭിച്ച് 2 മാസത്തിനുള്ളിൽ വിവാഹം രജിസ്ട്രാറുടെ മുമ്പിൽ വെച്ച് 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നടത്താവുന്നതാണ്. ക്രിസ്ത്യൻ സമുദായത്തിന്റെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് വിവാഹമോചനത്തിന് കർശനമായ വ്യവസ്ഥകളുള്ള 1869 ഇന്ത്യൻ വിവാഹമോചന നിയമം 2001 ഭേദഗതി ചെയ്തു. ക്രിസ്ത്യാനികളുടെ വിവാഹമോചനത്തിന് ഉദാരമായ വ്യവസ്ഥകൾ ചേർത്ത്
പരിഷ്കരിച്ചാണ് വിവാഹമോചന നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ നിയമപ്രകാരം വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാൻ വേണ്ട കാരണങ്ങൾ: വ്യഭിചാരം ചെയ്യുക, പരിവർത്തനം നടത്തുക, വിവാഹമോചന ഹർജി സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപ് കുറഞ്ഞത് 2 കൊല്ലം തുടർച്ചയായി എതിർകക്ഷിക്ക് ചികിത്സിച്ചാൽ മാറാത്ത മാനസിക രോഗമോ ലൈംഗിക രോഗമോ ചികിത്സിച്ചാൽ ഭേദമാകാത്ത കുഷ്ഠരോഗമോ ഉണ്ടായിരിക്കുക, 7 കൊല്ലമായി എതിർകക്ഷിയെപ്പറ്റി യാതൊരു വിവരവുമില്ലാതിരിക്കുക, ദാമ്പത്യബന്ധം പൂർത്തീകരിക്കാതിരിക്കുക, 2 അതിൽ കൂടുതലോ വർഷങ്ങളോ ആയി വിവാഹബന്ധം പുനഃസ്ഥാപിക്കാനുള്ള കോടതി ഉത്തരവ് പാലിക്കാതിരിക്കുക, മതിയായ കാരണമില്ലാതെ 2 വർഷം തുടർച്ചയായി എതിർകക്ഷി വേർപിരിഞ്ഞ് ജീവിക്കുക, ഒരുമിച്ച് ജീവിക്കാൻ ആവാത്തവണ്ണം എതിർകക്ഷി ക്രൂരമായി പെരുമാറുക, കൂടാതെ ബലാത്സംഗം, പ്രകൃതി വിരുദ്ധ ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കു തന്നെ വിധേയയാക്കി എന്നാരോപിച്ച് ഭാര്യയ്ക്ക് ഭർത്താവിനെതിരെ ഹർജി സമർപ്പിക്കാവുന്നതാണ്. ഉഭയസമ്മതപ്രകാരമുള്ള വിവാഹമോചനം നടത്തുന്നത് 2 വർഷത്തിന് മേൽ ജീവിത പങ്കാളികൾ പിരിഞ്ഞു താമസിക്കുകയും വിവാഹബന്ധം വേർപെടുത്താൻ 2 പേരും തീരുമാനിക്കുകയും ചെയ്താൽ ഉഭയസമ്മതപ്രകാരമുള്ള വിവാഹമോചനത്തിനായി അവർക്ക് കോടതിയിൽ ഹർജി സമർപ്പിക്കാവുന്നതാണ്. അസാധുവാകുന്ന വിവാഹങ്ങളുടെ സാഹചര്യങ്ങൾ: വിവാഹ സമയത്തും അസാധുവാക്കാനുള്ള ഹർജി ബോധിപ്പിക്കുമ്പോഴും എതിർകക്ഷിക്ക് ലൈംഗിക ശേഷിയില്ലാതിരിക്കുക, അതായത് ലൈംഗിക ബന്ധം പൂർണ്ണമാക്കാൻ പറ്റാതിരിക്കുക, മനഃപൂർവ്വം ദാമ്പത്യബന്ധത്തിന് തയ്യാറാകാതിരിക്കുക, മാനസിക വിഭ്രാന്തി ഉണ്ടാവുക തുടങ്ങിയ വന്ധ്യത്വമായി ഇവയെ കോടതി നിർവചിച്ചിട്ടുണ്ട്. രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹിതരാകുന്നത് വിവാഹം അസാധുവാകുന്നതിന് കാരണമാകുന്നു. വിവാഹ സമയത്ത് മന്ദബുദ്ധിയോ ചിത്തപ്രഭമുള്ള ആയിരിക്കുക, ഭർത്താവോ ഭാര്യയോ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ മറ്റൊരു വിവാഹം നടത്തുക, വിവാഹത്തിനുള്ള സമ്മതം ഇരുകക്ഷികളിൽ ആരോടെങ്കിലും വാങ്ങിയത് ബലം പ്രയോഗിച്ചോ കപടമായോ, അതായത് വിവാഹ സമയത്ത് ഗർഭം ഒളിച്ചു വെക്കുക, അഥവാ വിവാഹം നടന്ന കാലയളവിൽ ആർത്തവം ഉണ്ടായില്ലെന്ന കാര്യം മറച്ചു വയ്ക്കുക. ഈ നിയമപ്രകാരമുള്ള പരാതികളും കേസുകളും നടത്തേണ്ടത് കുടുംബ കോടതിയുള്ള പ്രദേശങ്ങളിൽ അവിടെയും അല്ലെങ്കിൽ ജില്ലാ കോടതിയിലുമാണ്. വ്യക്തികൾ എവിടെയാണ് അവസാനമായി താമസിച്ചത് ആ പ്രദേശത്തെ കോടതിയിലും ഹർജി സമർപ്പിക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് എന്താണ് എന്നുള്ളതിനെ പറ്റി കേൾക്കാം.